നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് നിങ്ങൾക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്നത് നന്ദയുടെ വീട് എന്ന കഥയാണ്. തെരുവ് ജീവിതം കൃത്യമായി വരച്ചു കാട്ടുന്ന ഈ കഥയിൽ ഉടനീളം വിവിധങ്ങളായ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കാണാം. നേരിട്ട് കഥയിലേക്ക് പോകാം. തെരുവുകളിൽ അന്തിയുറങ്ങുന്ന ആ കുടുംബം വളരെ കരുതലോടെയാണ് അവർക്കുണ്ടായ മകളെ വളർത്തിക്കൊണ്ടു വന്നത്. കണ്ണിൽ എണ്ണയൊഴിച്ചാണ് അച്ഛൻ ചന്ദനും അമ്മ ചമേലിയും തങ്ങളുടെ ഇടയിലായി കിടത്തി അവളെ ഉറക്കിയിരുന്നത്. കുഞ്ഞു വളർന്നു വരുന്തോറും അമ്മ ചമേലിയുടെ നെഞ്ചിൽ തീയായിരുന്നു. ഒടുവിൽ പേടിച്ചത് തന്നെ സംഭവിച്ചു. ഒരു രാത്രിയിൽ ഒന്നുറങ്ങി തപ്പി നോക്കിയപ്പോൾ നന്ദ അടുത്തില്ല. നിലവിളിച്ച് കരഞ്ഞ് ബഹളമുണ്ടാക്കി. അടുത്ത് കിടന്നവർ ഓടിക്കൂടി. പലയിടത്തുമായി തിരഞ്ഞു. ഒടുവിൽ കുറ്റിക്കാട്ടിൽ മൃതപ്രായയായി ചോര ഒലിച്ചു കിടക്കുന്ന അവളെ കണ്ടുകിട്ടി. ഭാഗ്യം കൊണ്ട് അന്ന് ജീവൻ തിരിച്ചു കിട്ടി. ഈ കടുങ്കൈ ആരാണ് ചെയ്തതെന്നോ ഒന്നും പിടികിട്ടിയില്ല. ആശുപത്രി ചികിത്സകൾ നടത്തി അവൾ ക്രമേണ സുഖം പ്രാപിച്ചു. കാലങ്ങൾ കടന്നു പോകവേ നന്ദ സുന്ദരിയായി ഒരു യുവതിയായി വളർന്നു വന്നു. പുറംപോക്കിലെ അടുത്തുള്ള ടെൻറ്റുകളിൽ ഉള്ളവരുടെ എല്ലാം കണ്ണവളിലായിരുന്നു. അപ്പൻ കള്ളും കുടിച്ച് കഞ്ചാവും വലിച്ച് ബോധമില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അമ്മയും ഓരോരോ കഷ്ടപ്പാടുകൾ കൊണ്ട് വയ്യാതായിരിക്കുന്നു. അവിടെ അന്തിയുറങ്ങുന്നവരുടെ ഇടയിൽ എല്ലാവർക്കും തമ്മിൽ അറിയാമെങ്കിലും ആരും ആരുടെയും കാര്യത്തിൽ ഇടപെടാറില്ല. പകൽ മിക്കവാറും അവരെല്ലാവരും തന്നെ വഴിയോര കച്ചവടങ്ങൾക്കായി തെരുവിൽ ഇറങ്ങുന്നു. കൽക്കട്ടയിലെ സാന്ത്രഗാച്ചി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ബെലുഗാഡിയ തെരുവുകളുടെ പ്രാന്തപ്രദേശത്താണ് ഇക്കൂട്ടരുടെ ആസ്ഥാനം. കണ്ണെത്താ ദൂരത്ത് കാട് പിടിച്ച് കിടക്കുന്ന മലിനമായ ദുർഗന്ധം വമിക്കുന്ന ആ ഒരു പ്രദേശമാണത്. ഓരോരുത്തരും അവരവർക്ക് പറ്റിയ പോലെ തകരങ്ങളും പ്ലാസ്റ്റിക് ഷീറ്റും തുണിയും ഒക്കെ മറച്ചു കെട്ടി കയറി കിടക്കുന്നു. അതിരാവിലെ മുതിർന്നവർ കുറച്ച് ദൂരെ മാറി പ്രഭാതകർമ്മങ്ങൾ നടത്തും. കുട്ടികൾ വീട്ടുമുറ്റത്തിരുന്നു കാര്യങ്ങൾ സാധിക്കും. കുളിയും നനയും എല്ലാം ഒരുമിച്ച് തന്നെ. തെരുവ് പട്ടികളുടെ ശല്യം സഹിക്കാവുന്നതല്ല. എന്നാൽ അത്ഭുതമെന്നോണം അവിടുത്തെ മനുഷ്യരും നായ്ക്കളും വലിയ സൗഹൃദത്തിലാണ്. രാത്രികൾ സ്ത്രീകൾ ഓരോരുത്തരും അവരുടെ പണികളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അവരെ വിശ്വസ്തയോടെ എസ്കോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ നായ്ക്കൾ വരുന്നത്. എന്തായാലും ഈ പാവപ്പെട്ട മനുഷ്യജന്മങ്ങൾ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിച്ചു പോകുന്നത്. ജീവിക്കാനായി പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ എന്തു പണിയും എടുക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം നന്ദയ്ക്ക് വയറിന് സുഖമില്ല എന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റില്ല. ചമേലി അടുത്ത് ചെന്ന് അവൾക്ക് ചൂട് കാപ്പി കൊടുത്തു. ചാരി ഇരുന്ന് പതുക്കെ ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചപ്പോൾ അവൾ ഓക്കാനിച്ചു. 1-2 വട്ടം അത് ആവർത്തിച്ചപ്പോൾ ചമേലിയുടെ ഉള്ളം നാന്തി. കൊച്ചേ, നീ വല്ല കുഴപ്പവും ഒപ്പിച്ചോ? ആരാ? ഇവിടെയുള്ള ആരെങ്കിലുമാണോ? സത്യം പറ, വേദനയോടെ അവർ ചോദിച്ചു. ഒടുവിൽ നന്ദ പറഞ്ഞു, ടൗണിലുള്ളൊരു വലിയ മുതലാളിയാണ്. കരകൗശല വസ്തുക്കൾ വിൽക്കാൻ കൊണ്ട് നടന്നപ്പോൾ ആ സാർ എൻ്റെ കയ്യിൽ നിന്നും കുറേ സാധനങ്ങൾ വാങ്ങി. പല ദിവസവും ഞാൻ അയാളുടെ അടുത്ത് പോയി. എന്നെ കാണാതിരിക്കാൻ അയാൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. അയാളുടെ സ്ഥലവും ആകൃതിയും പ്രകൃതിയും ഒക്കെ നന്ദ പറഞ്ഞത് കേട്ട് അവിടം വരെ ചമേലി പോയി നോക്കി. ക്ഷീണം മാറിയപ്പോൾ നന്ദയും കൂടെ ചെന്നു. പക്ഷേ അയാളെ പിന്നെ കണ്ടിട്ടേയില്ല. നാട്ടുവൈദ്യമൊക്കെ പ്രയോഗിച്ച് നോക്കിയിട്ടും കുഞ്ഞ് നന്ദയുടെ ഉദരത്തിൽ പറ്റിപ്പിടിച്ചിരുന്നു. മാസം തികഞ്ഞ് നല്ല മിടുക്കനായ ഒരു ആൺകുട്ടിയുടെ അമ്മയായി അവൾ മാറി. അവരുടെ കൂടെ പിന്നെ മിട്ടുവും വളരാൻ തുടങ്ങി. ചമേലിയും ചന്ദനും രോഗങ്ങൾ വന്ന് മരിച്ചതിന് ശേഷം നന്ദയ്ക്കും മിട്ടുവിന് നന്ദയും ആയി മാറി. മിട്ടു അവിടെയുള്ള മറ്റു കുട്ടികളുടെ കൂടെ കളിച്ചും അടികൂടി കൂടിയും സ്നേഹിച്ചും ഒക്കെ വളർന്നു പോന്നു. ഒരു ദിവസം രാവിലെ കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ നന്ദ തല കറങ്ങി വീഴാൻ തുടങ്ങി. മിട്ടു ഓടി വന്ന് അമ്മയെ താങ്ങിക്കിടത്തി. അവൻ അമ്മയ്ക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്തു. ദിവസങ്ങൾ കഴിയുന്തോറും അമ്മയുടെ വയറ് വീർത്ത് വന്നു. മിട്ടു അമ്മയെ ശുശ്രൂഷിച്ചു. അവൻ അമ്മയോടൊന്നും ചോദിച്ചില്ല. അമ്മ ഒന്നും അവനോട് പറഞ്ഞതുമില്ല. അവർക്കിടയിൽ ഒരു പരിഭവവുമില്ല. മാസം തികഞ്ഞ് ആരോഗ്യമുള്ള ഒരാൺകുട്ടിയുടെ കൂടെ അമ്മയായി നന്ദ. മിട്ടു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കൂട്ടുകാരോടെല്ലാം കുഞ്ഞനിയൻ
ബിട്ടുവിനെക്കുറിച്ച് അവൻ വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. നന്ദ വിൽക്കാനുള്ള സാധനങ്ങൾ മിട്ടുവിൻ്റെ കയ്യിൽ കൊടുത്ത് തെരുവിൽ വിട്ടു. അവൻ എല്ലാ ശില്പങ്ങളും വളരെ വേഗത്തിൽ വിട്ട് വീട്ടിലേക്ക് അരിയും മറ്റും വാങ്ങി വരാൻ തുടങ്ങി. അങ്ങനെ അവൻ സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുള്ളവനായി മാറി. ബിട്ടുവിന് 1 വയസ്സായപ്പോൾ മുതൽ നന്ദയും മിട്ടുവും ഒരുമിച്ചായി കച്ചവടം. സത്യം പറഞ്ഞാൽ അമ്മയും അച്ഛനും പോയെങ്കിലും നന്ദയ്ക്ക് തമ്പുരാൻ മിട്ടുവിനെയും ബിട്ടുവിനെയും അറിഞ്ഞാണ് കൊടുത്തത്. അവൾക്കെല്ലാത്തിനും ഒരു പുതുജീവൻ കിട്ടി. ഒരു ദിവസം ബിട്ടു നന്ദയുടെ സാരിക്കുള്ളിലെ സഞ്ചിയിലും മിട്ടു നന്ദയുടെ കൂടെ നടന്ന് കലാരൂപങ്ങൾ വിട്ടുകൊണ്ട് പട്ടണത്തിൽ കൂടെ നടക്കുമ്പോൾ ഒരു ഡോക്യുമെൻ്ററി എടുക്കാനായി ഞാൻ ഉൾപ്പെടെ ഉള്ള ഒരു ടീം അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ അമ്മയെയും മക്കളെയും ഒരുമിച്ച് കണ്ടപ്പോൾ കൗതുകം തോന്നി. ഞങ്ങളുടെ ഡോക്യുമെൻ്ററിക്കായി ഞാൻ അവരെ സമീപിച്ചു. ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന വശ്യതയാർന്ന നന്ദയുടെ ചിരിയാണ് ആ ഡോക്യുമെൻ്ററിയുടെ തംബ്നെയിലായി ഞാൻ കൊടുത്തിരുന്നത്. എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് കുറേ കാശും കൊടുത്തിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. ഒരു മത്സരത്തിന് വേണ്ടി അയച്ച ആ ഡോക്യുമെൻ്ററിക്ക് അന്ന് ഞങ്ങൾക്ക് അവാർഡും കിട്ടിയിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും കൽക്കട്ടയുടെ തെരുവുകളിൽ കൂടി നടന്ന ഒരു കടയിൽ ഷോപ്പിങ്ങിന് കയറിയപ്പോൾ ഒരു മെലിഞ്ഞ് ഉയരമുള്ള പയ്യൻ എന്നെ ദീദി അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ ആരാ എന്ന് ചോദിച്ചപ്പോൾ പണ്ട് ദീദി ഡോക്യുമെൻ്ററി എടുത്ത നന്ദയുടെ മകൻ മിട്ടുവാണ് ഞാൻ എന്നവൻ ബംഗാളി ഭാഷയിൽ എന്നോട് പറഞ്ഞു. എന്നെ മനസ്സിലാക്കിയതിൽ ഞാൻ അവനോട് സന്തോഷം പ്രകടിപ്പിച്ചു. ഞാൻ അവരുടെ വിശേഷങ്ങൾ തിരക്കിയപ്പോൾ ഇവിടെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്, ദീദി വീട്ടിൽ വരെ ഒന്ന് വരുമോ അവൻ സ്നേഹത്തോട് ചോദിച്ചു. അവൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചു. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തും അവൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പാളവും കടന്ന് കുറച്ചുള്ളിലേക്ക് പോയപ്പോൾ നടന്ന് കുറേ തുരുമ്പെടുത്ത തീവണ്ടി ബോഗികൾ കിടക്കുന്നത് കണ്ടു. ആ ബോഗികളിൽ കാട്ടുവള്ളികളും പടർപ്പുകളും കയറി അത് മൂടിക്കിടക്കുന്നു. വീണ്ടും നടന്ന് അതിലൊന്നിൻ്റെ മുന്നിലെത്തിയപ്പോൾ അതിനകത്തേക്ക് ചൂണ്ടി അവൻ പറഞ്ഞു, ദീദി ഇത് ഞങ്ങളുടെ വീടാണ്. ആ തുരുമ്പെടുത്ത ബോഗിയുടെ ഓരോ മുറികളിലുമായി സ്റ്റൗവ്, അടുക്കളപാത്രങ്ങൾ, പ്രാർത്ഥിക്കാൻ ദൈവങ്ങൾ, മേക്കപ്പിനുള്ള കണ്ണാടി, ചീർപ്പ്, പൗഡർ, ചാന്ത് എന്ന് വേണ്ട എല്ലാം അടുക്കിയിരിക്കുന്നു. ഒരിടത്ത് നനച്ചിട്ടിരിക്കുന്ന തുണികൾ വിരിച്ചുമിട്ടിരിക്കുന്നു. ഞങ്ങളെ സ്നേഹത്തോടെ അകത്തോട്ടവൻ പിടിച്ച് കയറ്റി. ഞങ്ങൾക്ക് കാപ്പിയിടാൻ അവൻ ഓടാൻ തുടങ്ങി. ഞാൻ വളരെ സ്നേഹത്തോട് വേണ്ട മിട്ടു, കാപ്പി ഇപ്പോൾ കുടിച്ചതേയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ നന്ദയെ അന്വേഷിച്ചു. അമ്മ ഇന്നലെ ജോലിക്ക് പോയതാണ്, എത്തിയിട്ടില്ല. അനിയൻ ബിട്ടു കടയിൽ നിന്നും അരിയും മണ്ണെണ്ണയും വാങ്ങാൻ പോയി കാണും. ഞാനിപ്പോൾ കടകളിലും പണിക്കും ഒക്കെ പോകുന്നുണ്ട് എന്നു തുടങ്ങി അവൻ വിശേഷങ്ങളുടെ കെട്ടഴിക്കാൻ തുടങ്ങി. ഞങ്ങൾ അവിടെ ചെന്നതിൻ്റെ സന്തോഷം അവന് അടക്കാൻ കഴിയുന്നില്ല. അവനെയും ചേർത്ത് നിർത്തി ആ വീട്ടുമുറ്റത്ത് ഞാൻ ഒരു സെൽഫി എടുത്തു. അമ്മ എപ്പോൾ വരുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പോകട്ടെ, പിന്നൊരിക്കൽ വരാമെന്ന് ഉറപ്പ് കൊടുത്തു. ഇത് അമ്മയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ കയ്യിൽ കുറച്ച് രൂപയും വെച്ചു കൊടുത്തു. അപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ആനന്ദാശ്രുക്കൾ പൊഴിയുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് അവൻ എൻ്റെ കാലിൽ വീണ് തൊഴുതു. ഞാൻ അവനെ 2 കൈകളും കൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിച്ച് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ കഥ? നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ. ഇനി അടുത്തൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.